ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങൾ ഉണ്ടായാലും, അതായത് എത്ര പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടായാലും വളരെ കൂളായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് എസ് എന്ന് ടൈപ്പ് ചെയ്യൂ പ്ലീസ്. അതല്ല, ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകാറുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്, അപ്സെറ്റ് ആവാറുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോ എന്ന് ടൈപ്പ് ചെയ്യൂ പ്ലീസ്. ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യൂ എല്ലാവരും. നോ, നോ, യാ. നിങ്ങൾ അപ്സെറ്റ് ആയി പോവാറില്ല, വളരെ വളരെ ഉഷാറായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? സന്തോഷം, സമാധാനം, അതായത് ഹാപ്പിനെസ്, അതായത് നല്ല എക്സൈറ്റ്മെന്റ്, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഹാർഡ് വർക്ക് ചെയ്യുക, റിസ്ക് എടുക്കുക, അതായത് ലോൺലിനെസ് ആയിട്ടുള്ള അവസ്ഥ, ജീവിതം നമ്മുടെ കയ്യിൽ വരാതെ ഇങ്ങനെ തെന്നി മാറിക്കൊണ്ട് കളിക്കുന്ന ആ ഒരു അവസ്ഥ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യമാണ്. എന്നാൽ നമ്മൾ എങ്ങനെയാണ് ഈ റിയൽ ലൈഫ് ട്രീറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു മിക്സ് രൂപത്തിലല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കാറുണ്ടോ? യെസ് ഓർ നോ? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യൂ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരിക്കലും നടക്കാറില്ല, അല്ലെ? നോ, ഒരിക്കലും ഇല്ല. അതങ്ങനെ മിക്സ് രൂപത്തിലാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നോസ് വരുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. എന്നാൽ ഇന്ന് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന, ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ കൂടിയത് പോലും ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിലാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് സോഷ്യൽ മീഡിയ. അതായത് ടൈം, നമ്മൾക്ക് വേണ്ട വേണ്ട കാര്യത്തിന് ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതൊക്കെ നമ്മുടെ ലൈഫുമായിട്ട് അറിയാതെ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പോൾ വളരെ അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി തമാശയൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്ന ഒരു കപ്പിൾസ് ആണെങ്കിൽ അവര് ചെയ്യുന്ന വീഡിയോസ് നമ്മളെ അറിയാതെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട് അവിടെ. അവരെ ലൈഫ് എന്തൊരു രസാലേ, എന്റെ ലൈഫ് എന്താ ഇങ്ങനെ എന്ന് നമ്മൾ അറിയാതെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിഹൈൻഡ് ദ കേർട്ടൺ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് സത്യത്തിൽ നമ്മൾ അറിയുന്നില്ല. അവരുടെ റിയൽ ലൈഫ് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. ഇനിയിപ്പോ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ നമ്മളടുത്തുണ്ടാകും. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ അവിടെ വെച്ച സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അറിയാതെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. അതൊരു പക്ഷെ അത്യാവശ്യമുള്ള കാര്യമായിരിക്കില്ല, ശരിയല്ലേ? പിന്നെ നമ്മൾ അറിയാതെ തന്നെ എൻറോൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്. നമ്മളൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാറുണ്ട്. വെരി വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ആ പ്രസന്റർ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഈസ് ദ ബെസ്റ്റ് ലാംഗ്വേജ്, യു ക്യാൻ കണക്ട് ടു ദ വേൾഡ്. ശരിയാണ്, ഒരു സംശയവും. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത്, ഈ സമയത്ത് അത്യാവശ്യമാണോ അല്ലേ? അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇത് ചോദിക്കാണ്ട് നമ്മൾ അറിയാതെ ഇമോഷണലി നമ്മൾ അതിൽ എൻറോൾ ചെയ്യും. പിന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും കഴിയില്ല, അങ്ങനെ പോകും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇമോഷണലി മറ്റുള്ളവർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോൺഷ്യസ് ലിവിങ് ലൈഫ് സ്റ്റൈൽ. അതായത് കോൺഷ്യസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരിക. നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ കോൺഷ്യസ്ലി തീരുമാനം എടുക്കുക. ഇങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിനെ കറക്റ്റ് വേയിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യൂ, നോ പ്രോബ്ലം. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. യെസ്, 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 താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഒരുപാട് എസ്സുകൾ വരുന്നുണ്ട്, അല്ലെ? യു നോ ഹൂ ഇസ് ദ ചാമ്പ്യൻസ് ടുഡേസ് വേൾഡ്? ഇന്നത്തെ ചാമ്പ്യൻസ് ആരാ നിങ്ങൾക്ക് അറിയാം? ഈ ലോകത്ത് ഹൈ വാല്യൂ ആയിട്ടുള്ള സ്കില്ലുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിനെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് യൂട്ടിലൈസ് ചെയ്ത് അത് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ആളുകളാണ് ഇന്ന് ഹൈലി സക്സസ് ആയിട്ടുള്ള ആളുകൾ. അതായത് നമുക്ക് നല്ല ഹൈ വാല്യൂ സ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ വാല്യൂബിൾ ആണ്. നമുക്ക് ഈ ലോകത്ത് അതായത് ടോപ്പ് ലെവലിലേക്ക് ഉയരാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെ ഇന്നത്തെ ഡിസ്ട്രാക്റ്റീവ് വേൾഡിൽ എല്ലാവരും തന്നെ ഡിസ്ട്രാക്റ്റഡ് ആണ്. പല കാര്യങ്ങൾ കൊണ്ടും, നമ്മളെ ജോലി ആയാലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ സമയത്ത് നമ്മൾ ഫുൾ ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ മറ്റുള്ളവർ യൂസ് ചെയ്യും. നമ്മുടെ ടൈം എവിടെ പോകണതെന്ന് ഒരു ബോധവും നമുക്ക് ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഇതിലൊക്കെ നമ്മളുടെ ബോധത്തിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ ബോധത്തിനെ കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, അല്ല നമ്മളെന്താ ബോധം ഇല്ലാണ്ടാണോ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 90% കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൺകോൺഷ്യസ് ആണ്.
അതായത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവം എന്നുള്ളത് ഒന്നും അറിയില്ല. നമ്മൾ അങ്ങനെ യാന്ത്രികമായിട്ട് ജീവിച്ചു പോകണം, ജോലിയായിട്ടും കാര്യങ്ങളായിട്ടും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ്. ഇവിടെ നമുക്ക് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ടൈമിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു അതായത് 2006 നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് അല്ലെ. കഴിഞ്ഞു 2025 നമ്മളിൽ നിന്ന് വിട പറയാനായി. അപ്പൊ നമുക്ക് സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഫ്രെയിം വർക്കിൽ നമുക്ക് ഒന്ന് നോക്കി നോക്കാം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ, അതിന്റെ ഓരോ ലെറ്റേഴ്സും നമ്മൾ സ്റ്റെപ്സ് എന്ന് പറയുന്ന ഓരോ ലെറ്റേഴ്സും നിങ്ങൾ എടുക്കുക. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എസ് ആണ്. അതിൽ സീ യുവർ സെൽഫ് ക്ലിയർലി. ഞാൻ നേരത്തെ പറഞ്ഞ അതായത് നമ്മളുടെ സെൽഫ് അവയർനെസ്. ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നാഷൻസ് ഒക്കെ ഒരു വ്യക്തിക്ക് വേണ്ട 10 ലൈഫ് സ്കില്ലുകളിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് എണ്ണിയിട്ടുള്ള സ്കില്ലാണ് ഈ സെൽഫ് അവയർനെസ്. നമ്മൾ ഒരുപാട് യൂട്യൂബിൽ നിന്നും അതിൽ നിന്നൊക്കെ കേൾക്കുന്നതാണ് സെൽഫ് അവയർനെസ്. ഈ സെൽഫ് അവയർനെസ് ആണ് മെയിൻ. അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയുള്ളൂ അല്ലേ. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമുക്ക് റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ സ്ട്രെയിറ്റ് ആണോ പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സീ യുവർ സെൽഫ് ക്ലിയർലി. അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മളെ വാച്ച് ചെയ്യൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി തുടങ്ങും. എന്നിട്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രാക്ക് യുവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. നമ്മൾ ട്രാക്ക് ചെയ്യാൻ റെഡി ആവണം. അതായത് നമ്മളുടെ തോട്ട്സ് എന്താണ്, നമ്മളുടെ ചിന്തകൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബിഹേവിയർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യണം. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ആണ്, ഇവാലുവേറ്റ് യുവർ ചോയ്സസ് ഡെയിലി. എന്താണ് നിങ്ങൾ ചോയ്സ് ചെയ്യുന്നത്? ഓരോ ദിവസവും നമുക്ക് 24 hours ഉള്ള ഒരു ഡേ നമുക്ക് ഫുള്ള് കിട്ടുന്നുണ്ട്. ഈ ഡേ എന്ന് പറയുന്നത് ഒരു 24 മണിക്കൂർ എന്ന് പറയുന്നത് ഏതൊരു രാജാവാണെങ്കിലും ഏതൊരു സാധാരണക്കാരനാണെങ്കിലും നമുക്ക് കിട്ടുന്നത് 24 hours. അതിൽ യാതൊരുവിധ മാറ്റവും ആർക്കും ഇല്ല. പക്ഷെ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുക. യെസ് ഓർ നോ? ശരിയല്ലേ? നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രതികരിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് യുവർ ചോയ്സസ് ഡെയിലി നമ്മൾ പറഞ്ഞു. അടുത്ത പി ആണ് സ്റ്റെപ്സിന്റെ പി. പ്രയോറിറ്റൈസ് വാട്ട് ട്രൂലി മാറ്റേഴ്സ്. പ്രയോറിറ്റൈസ് വാട്ട് ട്രൂലി മാറ്റേഴ്സ്. ഇത് നോട്ട് ചെയ്യട്ടോ, കാരണം ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചോയ്സസുകൾ പ്രയോറിറ്റൈസ് ചെയ്യണം. എന്താണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്, എന്താണ്. കാരണം നമ്മൾ ചെലവഴിക്കുന്ന സമയം പല രീതിയിലാണ്. നമ്മൾ അവയർ അല്ല, അതിനെ പറ്റിയിട്ട് അവയർ അല്ല. എവിടേക്കാണ് നമ്മൾ സമയം പോണത്, എന്തിനാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സമയങ്ങൾ, എവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. സോഷ്യൽ മീഡിയ ആവാം, ഇനി വെറുതെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ലൂസ് ടോക്ക് നടത്തുന്ന കാര്യത്തിലൊക്കെ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ കെയർ ചെയ്തേ പറ്റൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് എസ് ആണ്, സ്റ്റേ കൺസിസ്റ്റന്റ് വിത്ത് പേഷ്യൻസ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇന്നത്തെ ലോകം നമ്മളെ ശരിക്കും പേഷ്യൻസ് ഇല്ലാത്ത ആളുകളാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്ത് സ്വിച്ച് ഇട്ടാൽ നമുക്ക് കിട്ടുന്നുണ്ട്, എല്ലാം പാക്ഡ് ആണ്, എല്ലാം റെഡിയാണ്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, പേഷ്യൻസ്. ഇപ്പൊ നമ്മൾ വൈഫിനൊക്കെ ഇവിടുന്ന്, ഇപ്പോൾ ഞാൻ സൗദിയിലാണുള്ളത്, ഞാനിപ്പോൾ വൈഫിന് ഒരു മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് നമ്മൾ റിപ്ലൈ ചെയ്തു തന്നില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇടങ്ങേറാണ്. കാരണം പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു 40 years ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ആദ്യം ലാൻഡ് ഫോണിലേക്ക് ഫോൺ വന്ന്, അതായത് ആദ്യം ലാൻഡ് ഫോണിലേക്ക് നമ്മൾ വിളിച്ചു പറയണം ഇന്ന സമയത്ത് ഞാൻ കോൾ ചെയ്യും, ആ സമയത്ത് ഫാമിലി വന്നിട്ട് അവിടെ നിൽക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ആ റിസ്ക് ഒക്കെ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടായിരുന്നു, കാത്തിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇന്നെന്നാൽ നമുക്ക് കറക്റ്റ് പെട്ടെന്ന് മെസ്സേജുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആകെ അപ്സെറ്റ് ആണ് അല്ലേ. അപ്പൊ അത് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേഷ്യൻസ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഒരിക്കലും ഓവർനൈറ്റിൽ നമുക്ക് സക്സസ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് സംസാരിച്ച ഫെറിൻ സെൻസിയുടെ ടീമിലൂടെയാണ് നമ്മളൊക്കെ ഇവിടെ കണക്ട് ആയിട്ടുള്ളത്. ഞാനൊക്കെ കോവിഡിന്റെ സമയത്ത് കാലി നീട്ടിയിരുന്ന് വെറുതെ വർത്താനം പറയുന്ന സമയത്ത് ചാടി പുറപ്പെട്ടതാണ് സെൻസിയുടെ കൂടെ. ഇന്നിപ്പോ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ
നമുക്ക് ഒരു തീരെ പഠിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാള്, തീരെ എന്താ പറയാ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിൽ തിരിയാൻ പാകത്തിന് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നത് ഞാൻ തന്നെ എന്നോട് പറയുന്നുണ്ട്, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അതായത് എന്നോട് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് വരുന്നുണ്ട് ഇത്രയും ആളുകളുടെ മുന്നിൽ ഇങ്ങനെ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത്. അപ്പൊ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ സെൻസിയിലൂടെ ഞാൻ ഈ ഒരു ടീമിൽ എത്തിപ്പെട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ടീമുണ്ട്. ഈ ടീമിന്റെ കൂടെ നമ്മൾ ആരുടെ കൂടെയാണ് എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. റലിയ മാം, നമ്മുടെ 1 ഡിഗ്രി ചേഞ്ച് ക്ലബിന്റെ ലിങ്ക് ഒന്ന് വാട്സപ്പിൽ ഇതിൽ ഇടണേ, ചാറ്റ് ബോക്സിൽ ഇടണം. ഞങ്ങൾക്ക് നല്ലൊരു ടീമുണ്ട്. ഈ ടീമുണ്ടല്ലോ, നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ടീം നിങ്ങൾ ആരുടെ കൂടെയാണ് എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളെക്കാൾ ലോ ക്വാളിറ്റി ഉള്ള ആളുകളുടെ കൂടെയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ആളാണെങ്കിൽ കൂടി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലെവലിലേക്ക് പോകും. അപ്പോൾ എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോക്കസ് ചെയ്തത്, സെൻസി എപ്പോഴും പറയാറുണ്ട്, ഓൺലി ക്വാളിറ്റി പീപ്പിൾ. അതായത് നല്ല ക്വാളിറ്റി ഉള്ള എന്നേക്കാൾ ഹൈ ലെവലിലുള്ള ആളുകളാണ് നമ്മളെ കൂടെ ഉള്ളത്, നമ്മുടെ ടീമിലുള്ളത്. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കൂടെ എല്ലാം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ വരും. അതുപോലെ തന്നെ നമ്മുടെ ടീം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ടീമിന്റെ കൂടെ നമ്മൾ കൂടണം. പിന്നെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ബാക്ക് ബോൺ ആയിട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന സഫ മാമിനെയും അതുപോലെ സെൻസിനെയും ആരും അറിയാത്തൊരു സമയം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവരൊക്കെ ആരും അറിയാത്ത സഫ മാമിന്റെ ഒരു ഫസ്റ്റ് സെഷനിൽ എനിക്കറിയാം, ഞാൻ സ്വന്തമായിരുന്നു ആ സെഷനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ സഫ മാം അവിടെ നിർത്തിയിട്ടില്ല, അവിടുന്ന് കണ്ടിന്യൂസ് ജേണിയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ജേണി മുന്നോട്ട് വന്ന സമയത്ത് നമുക്ക് എന്തായി, സഫ മാമിനെയൊക്കെ എല്ലാവരും അറിയപ്പെട്ട് നല്ലൊരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ലീഡേഴ്സാണ് റിയാസ് ഹക്കീമിനെ പോലെയുള്ള നല്ല ഫേമസ് ലെവലിലേക്ക് നിൽക്കുന്ന ആളുകളൊക്കെ, ഫാത്തിമ മിൻഹയൊക്കെ നമ്മളുടെ ടീമിൽ പെട്ട ആളുകളാണ്. അപ്പൊ ഇവരൊക്കെ ആ ഒരു ലെവലിലേക്ക് എത്തിയത് ഓവർനൈറ്റ് കൊണ്ടല്ല, കുറഞ്ഞ സമയം കൊണ്ടല്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരുപാട് ടൈം. ആർക്കാണ് ഇവിടെ പോതാ നല്ലൊരു ബെഡ് ഉണ്ട് എൻ്റെ മുന്നിൽ, എനിക്ക് കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ആർക്കാ ഇഷ്ടമല്ലാത്ത? ഇന്നിപ്പോ വെള്ളിയാഴ്ച നമ്മുടെ ടീംസൊക്കെ പുറത്തു പോയി അടിച്ചു പൊളിക്കുന്ന സമയം. ഈ സമയത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് സംസാരിക്കുക, ഇതെന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ള ഏതാണ്ട് എത്ര ആളുകളുണ്ട്? 57 മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ 72 മെമ്പേഴ്സോളം വന്നിരുന്നു. ഇപ്പൊ 57 മെമ്പേഴ്സ് ഉണ്ട്. ഈ ആളുകളൊക്കെ യുണീക്ക് സ്കില്ലുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ ഓരോരോ നിങ്ങളുടേതായിട്ടുള്ള മേഖലയിൽ പ്രോ ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും അതുപോലെ ഒരുപാട് സക്സസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതിന് നമ്മളുടെ ഈ 2025 ഏതായാലും കഴിഞ്ഞു. ഇനി 2026 നമുക്ക് നല്ല ഒരു ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിന് ഈ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിംവർക്കിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് കിട്ടും. ഈ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും വേർ യു ആർ റൈറ്റ് നൗ, then you can take decisions, then you can move forward. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയാണോ? ഈ ഒരു 2026 ടോപ്പ് ലെവലിലേക്ക് നല്ലൊരു ഇയർ ആയിട്ട് മാറ്റാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ യെസ് എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ഐ എം സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. താങ്ക് യു സോ മച്ച്. യെസ് യെസ് യെസ്, ഇൻഷാല്ല യെസ്. എല്ലാവരോടും ഓക്കെ, നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് ഒരുപാട് നന്ദി. Thank you so much. Thank you. Over to you, Radhya. Thank you.